നമ്മൾ ഇന്ന് കാണുന്ന കടലിന്റെ ആഴങ്ങളിൽ ഒരു വലിയ വനം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ ഒരു സിനിമാക്ക് അതുപോലെ തോന്നുമെങ്കിലും നോർത്ത് സീയുടെ അടിത്തട്ടിൽ നിന്നും ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത്തരമൊരു അത്ഭുതമാണ്. നോർത്ത് സീയുടെ നില തിരമാലകൾക്ക് താഴെ പതിനായിരക്കണക്കിന് വർഷങ്ങളായി ശ്വാസമടക്കി പിടിച്ചു കിടക്കുന്ന ഒരു മറഞ്ഞ ലോകത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ലോകത്തിന്റെ പേരാണ് ഡോഗർലാൻഡ്. ഇന്ന് നമ്മൾ ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ കടൽ കടക്കണം. എന്നാൽ ഏകദേശം 16,000 വർഷങ്ങൾക്ക് മുൻപ് ഈ രണ്ട് സ്ഥലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പച്ചപ്പും വന്യതയും നിറഞ്ഞ ഒരു വലിയ ഭൂപ്രദേശമായിരുന്നു ഇത്. വർഷങ്ങളായി ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ഇത് തരിശായ മഞ്ഞുഭൂമി മാത്രമായിരുന്നു എന്നാണ്. എന്നാൽ വാർവിക് സർവകലാശാലയിലെ ഗവേഷകർ കടലിന്റെ അടിത്തട്ടിലെ മണ്ണിൽ നിന്നും പുരാതന DNA വേർതിരിച്ചെടുത്തപ്പോൾ പുറത്തു വന്നത് ആരെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നമ്മൾ കരുതിയതിനും എത്രയോ മുൻപേ അവിടെ സൂര്യപ്രകാശം പോലും തറയിൽ വീഴാതെ അത്രയും നിബിഡമായ കാടുകൾ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അതികഠിനമായ ഐസ് ഏജിൽ തണുത്തുറഞ്ഞ് വിറങ്ങലിച്ചു നിന്നപ്പോൾ ഡോഗർലാൻഡ് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒരു സുരക്ഷിത താവളമായി മാറി. ഓക്ക്, എൽം തുടങ്ങിയ മരങ്ങൾ അവിടെ തഴച്ചു വളർന്നു. പന്നികളും മറ്റു ജീവജാലങ്ങളും ആ വനങ്ങൾ വിഹരിച്ചു. യൂറോപ്പിൽ 4 ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ വംശനാശം സംഭവിച്ചു എന്ന് നമ്മൾ കരുതിയിരുന്ന പല അപൂർവ സസ്യങ്ങളും അവിടെ സുരക്ഷിതമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വലിയ ജീവലോകത്തിനായുള്ള വിത്തുകൾ സൂക്ഷിച്ചു വെച്ച പ്രകൃതിയുടെ ഒരു സീക്രട്ട് ലോക്കർ ആയിരുന്നു ആ പ്രദേശം. ഐസ് ഏജിന്റെ കൊടും തണുപ്പിൽ ലോകം വിറങ്ങലിച്ചു നിന്നപ്പോൾ പോലും സസ്യങ്ങൾക്കും പുരാതന മനുഷ്യർക്കും അഭയം നൽകിയ ഒരു രഹസ്യ താവളമായിരുന്നു ഈ പ്രദേശം എന്നത് ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ പ്രകൃതിക്ക് മറ്റൊന്നുകൂടി കരുതി വെക്കാനുണ്ടായിരുന്നു. ഏകദേശം 8,000 വർഷങ്ങൾക്ക് മുൻപുണ്ടായ അതിശക്തമായ ഒരു സുനാമി, അതായത് സ്റ്റോറേജ് സ്ലൈഡ്. സമുദ്രനിരപ്പ് ഉയർന്നതോടെ ഈ മനോഹര വനങ്ങൾ എന്നേക്കുമായി വിസ്മൃതിയിലായി. ഇന്ന് ബ്രിട്ടന്റെ അറ്റ്ലാന്റിക്സ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഡോഗർലാൻഡ് വെറുമൊരു നാശത്തിന്റെ കഥയല്ല പറയുന്നത്. പകരം യൂറോപ്പിലെ വനങ്ങൾ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വ്യാപിച്ചത് എന്ന് റീഡ്സ് പാരഡോക്സ് എന്ന ശാസ്ത്രീയ രഹസ്യത്തിനുള്ള മറുപടി കൂടിയാണിത്. ആഴക്കടലിലെ മണ്ണിൽ ഇന്നും ജീവനോടെ ഇരിക്കുന്ന ആ പഴയ കാടുകളുടെ DNA അവശിഷ്ടങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ച ചരിത്രത്തിൽ തന്നെ തിരുത്തി കുറിക്കുന്നതാണ്. കടലിന്റെ അടിത്തട്ടിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കുന്ന ഈ മറഞ്ഞ ലോകത്തിന്റെ നിഗൂഢതകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ പ്രകൃതിയുടെ കരുത്തിനെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിച്ചു പോകും. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇത്രയും കാലം ഒളിഞ്ഞിരുന്ന ഈ ഹരിത വിസ്മയം ഇന്ന് നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് അതിജീവനത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത രഹസ്യങ്ങളാണ്. ഇവിടെ നിലനിന്നിരുന്ന ആ വലിയ വനസാമ്രാജ്യം ഇന്നും കടലിനടിയിൽ നിശബ്ദമായിരിക്കുന്നുണ്ടാകാം. നമ്മൾ കാണുന്ന കടൽ വെറുമൊരു വെള്ളപ്പരപ്പല്ല, മറിച്ച് മാറ്റി എഴുതപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന ഒരു വലിയ ലോകം കൂടിയാണെന്ന് ഡോഗർലാൻഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.